ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് ഇനി 2 മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ഓരോ ടീമുകളും ശക്തമായി തന്നെ ഒരുങ്ങുകയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് സ്കലോണിയും അർജന്റീനയും ലോകകപ്പിന് തയ്യാറാകുന്നത്. 2 മാസം മാത്രം സമയമുള്ളപ്പോൾ വലിയ തിരിച്ചടിയാണ് അർജന്റീനയ്ക്ക് ഏറ്റിരിക്കുന്നത്. സ്കലോണിയുടെ കണക്കുകൂട്ടലുകൾ പലതും പിഴക്കുമോ? കാരണം അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇന്നലെ ആസ്റ്റൺ വില്ലയുടെ പോരാട്ടത്തിൽ കളിക്കാനിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന ആസ്റ്റൺ വില്ലയുടെ പോരാട്ടത്തിന് തൊട്ടുമുമ്പാണ് എമിലിയാനോ മാർട്ടിനസ് പിന്മാറിയത്. ഇതിന് പരിശീലകനായ ഉനൈ എംറി പറഞ്ഞത് അദ്ദേഹത്തിന് പരിശീലന സെക്ഷനിൽ വെച്ച് വീണ്ടും പരിക്ക് വേട്ടയാടിയെന്നാണ്. വേദനയുള്ളതിനാൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് കളിക്കാതിരുന്നത്. ഏറെ നിരാശാജനകമായിരുന്നു. ഈ സീസണിൽ ഇതേ പരിക്കിനെ തുടർന്ന് 3ാമത്തെ മത്സരമാണ് താരത്തിന് നഷ്ടമാവുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ചോയ്സ് നമ്പർ 1 ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ്. എന്നാൽ താരത്തിൻ്റെ പരിക്ക് അത്ര വലിയതല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അർജന്റീനയ്ക്ക് ഏറെ തിരിച്ചടിയേകുന്നത് ഇന്നലെ ക്യൂട്ടി റൊമേറോയുടെ പരിക്കാണ്. കണ്ണീരോടെയാണ് ക്യൂട്ടി റൊമേറോ കളം വിട്ടത്. ഇന്നലെ ഗോൾ കീപ്പറുമായി നടന്ന ആ ഇടിയിൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ MCL-ന് പരിക്ക് സംഭവിച്ചാൽ അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കില്ലെന്ന് അർജന്റീന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കഴിഞ്ഞ ദിവസമാണ് ലൗതാരോ മാർട്ടിനസ് പരിക്കിൽ നിന്ന് മുക്തനായി കളത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും വീണ്ടും 2 സൂപ്പർ താരങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് അർജന്റീന ഈ വേൾഡ് കപ്പിനെത്തുന്നത്. പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുക്കുമ്പോൾ അർജന്റീന താരങ്ങളുടെ പരിക്ക്. ഏതായാലും താരങ്ങൾ റിക്കവറായി അർജന്റീന മികച്ച മത്സരം തന്നെ വേൾഡ് കപ്പിൽ പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.